ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗൗതം. എന്റെ പേര് കനക. അപ്പം നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ എലിമിനേഷൻ നടന്നു കഴിഞ്ഞു. രഞ്ജിത്താണ് ഔട്ടായി പോയിരിക്കുന്നത്. അതെ, നമ്മൾ ഓൾറെഡി ഇന്നലെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പം രഞ്ജിത്തേട്ടനായിരിക്കും. കാരണം അധികം അങ്ങോട്ട് ആളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നു. അത് ആള് തന്നെ പറയുന്നുണ്ട് കേട്ടോ, പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് കൂടുതലും കിച്ചണിലായി പോയി, അതുകൊണ്ട് ഇൻവോൾവ്മെന്റ് ഇത്തിരി കുറവാണ് എന്നുള്ളത് ആള് തന്നെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അനുമോളുടെ മറ്റേ ഡോക്ടറിനെ പറ്റിയൊക്കെ പറഞ്ഞത് അതൊരു ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ അതേപോലെ തന്നെ അപ്പാനിയും അനുമോളും ജയിലിൽ വെച്ച് കാണിച്ചിട്ടുള്ള ആ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ലാലേട്ടൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അനീഷിന്റെ ഗെയിം പ്ലാനുകളും അതനുസരിച്ച് വീട്ടുകാർ നിൽക്കേണ്ട രീതികളും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി. എന്നിട്ടും വലിയ കാര്യമില്ല, വീട്ടുകാർ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉൾക്കൊള്ളാനല്ല, അവർക്കാർക്കും അത് മനസ്സിലായില്ല. ഹിന്ദൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് പറയാൻ പറ്റൂലല്ലോ. എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവരാരും അത് മനസ്സിലാക്കി. പറഞ്ഞു പോയതിന്റെ പുറകെ പഴയപടി അനീഷിന്റെ ഗെയിമിൽ ഇവര് വീഴുന്നുണ്ട്. പിന്നെ അനീഷിനും കുറച്ചൊക്കെ കാര്യങ്ങളൊന്നും മനസ്സിലായി എന്നാണ് തോന്നുന്നത്. പക്ഷെ നാളത്തെ പ്രമോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ആർക്കും മാറ്റമൊന്നുമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോ മെയിൻ ആയിട്ട് നടന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ആദ്യം തന്നെ നോമിനേഷനിലുള്ളവരൊക്കെയാണ് കേട്ടോ എഴുന്നേൽപ്പിച്ച് നടത്തിയത്. അത് നമ്മുടെ നെവിൻ ഉണ്ട്, രഞ്ജിത്ത് ഉണ്ട്, ആര്യൻ ഉണ്ട്, ഗിസൈൽ ഉണ്ട്, ശൈത്യ ഉണ്ട്, അനു ഉണ്ട്, ഷാരിക ഉണ്ട്, രേണു ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും പേരാണ് ഉള്ളത്. ഇവരോടൊക്കെ എങ്ങനെയാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ നോമിനേറ്റ് എവിക്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം എല്ലാവരും ഇല്ല, ഞാൻ കുറച്ചു നാളും കൂടെ നിൽക്കും എന്നാ തോന്നുന്നതെന്ന് തന്നെയാണ് കേട്ടോ എല്ലാവരും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇതില് രഞ്ജിത്ത് മാത്രമാണ് പറഞ്ഞത്, ഞാൻ കിച്ചണിൽ കുറച്ചായി പോയി, ഇനി അടുത്ത ആഴ്ച തൊട്ട് അതൊന്നും മാറ്റിയിട്ട് കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം എന്ന് രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ലാലേട്ടൻ പെട്ടെന്ന് തന്നെ രഞ്ജിത്തിനെ വിളിച്ച് ഔട്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ രഞ്ജിത്ത് പെട്ടെന്ന് എവിക്റ്റ് ആയെന്ന് അറിഞ്ഞ ഉടനെ ആള് പെട്ടെന്ന് തന്നെ ഓടിയങ്ങ് പോവുകയായിരുന്നു ഇറങ്ങാനായിട്ട്. എനിക്ക് തോന്നുന്ന ആള് എന്തോ ഔട്ടായതിന്റെ ഒരു ചിലപ്പോ കലിപ്പം ഉണ്ടായി, ദേഷ്യം കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പം ചിലവർ ഇനി ഇമോഷണൽ ആവുമോ, അതാരും കാണണ്ടെന്ന് കരുതുന്നവരുണ്ട്, അങ്ങനെ ഇറങ്ങുന്നതാവാം. പക്ഷെ കണ്ടിട്ട് എനിക്ക് ഇച്ചിരി ദേഷ്യം ഉള്ള ഇറങ്ങിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ആള് പോകുന്നത് വരെയാണ്, അതായത് എല്ലാവരോടും. അപ്പൊ ആളിങ്ങനെ പോകുന്ന നേരത്ത് നമ്മുടെ ബിഗ് ബോസ് വിളിച്ചോണ്ട് എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. എന്നിട്ടും ആദ്യം വലിയ താല്പര്യം കാണിക്കുന്നില്ല. എല്ലാവർക്കും പോയി കെട്ടിപ്പിടിക്കാനൊക്കെ നിൽക്കുന്ന ആള് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ആള് പോയി. പിന്നെ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുവിനെയും ശൈത്യനെയും വിളിച്ചിട്ട് അവര് രണ്ടുപേരും സേവ് ആയി എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഇതില് ശൈത്യ പറയുന്നുണ്ട്, ഞാനിപ്പോ ആക്റ്റീവ് അല്ലെന്നാണ് എല്ലാരും പറയുന്നത്, ഇനി ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും എന്ന് ശൈത്യ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ കാണിക്കണം. അതിൽ നമ്മുടെ അനു ഇരിക്കുന്നുണ്ട്, അനുവിന്റെ ഇപ്പുറത്ത് നമ്മുടെ നെവിൻ ഇരിക്കുന്നുണ്ട്, നെവിന്റെ ഇപ്പുറത്ത് ശൈത്യ ഇരിക്കുന്നു. അപ്പൊ ഈ അനുവും ശൈത്യയും കൂടെ നല്ല കൈയൊക്കെ പിടിച്ചിട്ട് രണ്ടുപേരും സേവായി, എന്നിട്ട് രണ്ടുപേരും ഇരുന്ന് കരയുന്നു. ഇതിന്റെ നടുക്ക് നെവിൻ ഇരിക്കുക. നെവിനാണെങ്കില് നോമിനേഷൻ ഉണ്ട് കേട്ടോ. അതെ, നെവിൻ അവിടെ നീ എന്തിനാടി കരയുന്നത്, ഞാനല്ലേ കരയേണ്ടത്, ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ലാലേട്ടനോട് ചന്ദനമണി ഇടാൻ പറയുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ ചന്ദനമണിയോ, നമ്മുടെ മറ്റേ പാട്ടില്ലേ ചന്ദനമണി സന്ധികളുണ്ട്, അങ്ങനല്ലേ, ആ പാട്ട് ഇടാൻ പറയുന്നു പറഞ്ഞിട്ട് ആളവിടെ. അത് നല്ല രസമാണ് കേട്ടോ. ആൾ പറയുമ്പോഴൊക്കെ നല്ല കോമഡി ഫീലാണ് നമുക്ക്. പിന്നെ ഇനി പോയെ അറിയത്തോളൂ വേറെ മുഖം ഉണ്ടോ. അല്ല, ആള് പറയുന്നുണ്ട് കേട്ടോ, എനിക്കൊരു 4-5 മുഖമൊക്കെ ഉണ്ട്, അതെനിക്ക് തോന്നുന്ന പോലെ ഞാൻ എടുക്കും, ഇനി നിൽക്കുവാണെങ്കിൽ ചിലപ്പോ പറവയായിട്ടോ ചിലപ്പോ കള്ളനായിട്ടോ ഗോപാലനായിട്ടൊക്കെ എടുക്കും. അതെ, അപ്പൊ നമുക്ക് എന്തായാലും കാണാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റോർ റൂമിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, എടുത്തിട്ട് വരാൻ പറയാം. ആ ബോക്സിനകത്ത് കുറെ പേപ്പേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് 2 ബോക്സ് ആണ് കൊണ്ടുവരുന്നത്. അതിലൊന്ന് കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് അനീഷും കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് അതേഴ്സും ആണ് കേട്ടോ. കൂടുതൽ അനീഷിനാ കംപ്ലൈന്റ് വരുന്നത്, അതുകൊണ്ട് അങ്ങനെ 2 ബോക്സ് ആക്കിയത്. അങ്ങനെ 2 ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരും വിളിച്ചിട്ട് എനിക്കൊന്ന് അനീഷ് ഇത് ബോക്സ് കണ്ടപ്പോഴേ മനസ്സിലായി എന്റെ ഗെയിം പ്ലാൻ സക്സസ് ആയിരുന്നു. അതെ, അനീഷ് നല്ല ഹാപ്പി ആയിട്ടാണ് ഇന്ന് തോന്നിയത്. ആളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആളുടെ ഗെയിം അത് തന്നെ ആയിട്ടാണ് ആള് വന്നത്. അതിലും സക്സസ് ആയി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ.
അപ്പോ കാരണം സക്സസ് ആയി. കാരണം ഇന്ന് കൂടുതലും അനീഷ് ആയിരുന്നു ഇന്നത്തെ ആ ഒരു അതെ ദിവസം ഫുള്ളും full നിന്നത്. ഇന്ന് കണ്ടന്റ് കൂടുതലും അനീഷിനെ പറ്റിയൊക്കെ ആയിരുന്നു. അനീഷ് എങ്ങനെയാണ്, അനീഷിന്റെ ഗെയിം എങ്ങനെയാണ്, അതെല്ലാം തന്നെ ഓറിയന്റഡ് ആയിട്ടാണ് സംസാരം മൊത്തം വന്നേക്കുന്നത്. അത് തന്നെ ആളുടെ ഒരു സക്സസ് ആണ്. അതെ. അപ്പോ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ലാലേട്ട ആദ്യം ആദിൽ നൂറെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. അനീഷിനെതിരെയുള്ള കംപ്ലൈന്റ്സ് ആണ് കേട്ടോ എല്ലാരോടും ചോദിക്കുന്നത്. അപ്പൊ ആദിൽ നൂറ പറയുന്നത് എന്തേലും പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യമില്ല, കേൾക്കാൻ പോലും നിക്കത്തില്ല, പോവൂ എന്നാണ് പറയുന്നത്. അപ്പൊ അനീഷിന് ഒരു ചിരിയൊക്കെ ഒരു നിഷ്കളങ്ക ചിരിയൊക്കെ ചിരിച്ചു എന്നിട്ട് പറയും, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിങ്കിളായ ആളാണ് ഞാൻ എന്നാണ് ഏത് മിങ്കിളാന്നേ അറിയത്തുള്ളൂ, ചൊറിഞ്ഞു മിങ്കിളായതായിരിക്കും. അപ്പോ അപ്പം ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോ ഉള്ള ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതായത് നമുക്കിന്ന് പ്രമോയിലൊക്കെ കാണിച്ചണക്ക് ഈ ആദിൽ നൂറയുടെ ഫാമിലി വിഷയമായിട്ട് അത് നമുക്ക് ബന്ധപ്പെട്ടത് വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആരും അത് കണ്ടിട്ടില്ല, വീട്ടിലുള്ളവർക്കും അറിയില്ല. അങ്ങനെ അത് വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദിൽ നൂറ അതിൽ പറയുന്ന ഒരു കാര്യം, അതായത് ഈ ആദിൽ നൂറ കുറച്ച് മുന്നേയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതായിരുന്നു. പിന്നെ ഈ പോലീസിലൊക്കെ പോയി പറഞ്ഞിട്ടാണ് ഈ നൂറേനെ വീട്ടുകാരുടെ തടങ്കലിൽ നിന്നൊക്കെ അവര് പിന്നെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുമിച്ച് താമസിക്കുന്നു, എല്ലാവർക്കും അറിയാമായിരിക്കും. വീടായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം അതിനെ കുറിച്ചാണ് അനീഷ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ അനീഷ് എന്താന്ന് വെച്ചാല്, ആദിൽ നൂറയുടെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ചോദിക്കല്ല അനീഷ് ചെയ്യുന്നത്, ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടാണ് അനീഷ് സംസാരിക്കുന്നത്, വാദിക്കുന്ന പോലെ. അതാണ് അവരുടെ പ്രശ്നം. അപ്പം ഓൾറെഡി ഇവര് പറയുന്നുണ്ട്, ഞങ്ങള് ഫാമിലിയെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അച്ഛനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഫാമിലിയായിട്ട് പ്രശ്നങ്ങളുണ്ട്, അത് ഞങ്ങൾ ശരിയാക്കാൻ നോക്കി. അതായത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇവര് തന്നെ ഒരു വഴി പോയി ഉണ്ടാക്കി വിളിക്കാനൊക്കെ നോക്കിയപ്പോഴും അവിടെ ഇങ്ങോട്ടാണ് റെസ്പോണ്ട് ഇല്ലാത്തതെന്നൊക്കെ. അതായത് അനീഷ് ഇത് പറയുമ്പോ അനീഷ് പക്ഷെ അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആണ്, ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അതാണ് അവർക്ക് കൂടുതൽ ട്രിഗർ ആയിട്ട് അവര് കൂടുതൽ വഴക്കിനും പോയതും അതുകൊണ്ടാണ്. ഈ പ്രശ്നം വഷളാവാനും അവർക്ക് കൂടുതൽ ഇമോഷണൽ ആവാനും കാര്യം അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഓരോ സ്ട്രഗിൾ ഫേസ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്, അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും വീണ്ടും പ്രശ്നങ്ങളിലോട്ട് കൂടുതൽ ഇമോഷണൽ ആവത്തേ ഉള്ളൂ. അതാണ് ലാലേട്ടൻ പറഞ്ഞത്. കരയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് നെവിനും എല്ലാരും വന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു വിഷയങ്ങളൊന്നും വേണ്ട, കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയ കാര്യമാണ് അത്. അങ്ങനെ ഒരു ഈ ഫാമിലി ആയിട്ട് കുറച്ച് അകന്ന് നിൽക്കുന്നവർക്ക് അതിന്റെ ഒരു ഫീലിങ്സ് പറഞ്ഞു. അത് പുറമേ നിന്ന് ഒരാൾ വന്നിട്ട് ചുമ്മാ ഒരു കാര്യം പറയുന്ന കണക്കല്ല, സ്ട്രഗിൾ ചെയ്ത ഒരാൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. പക്ഷെ അനീഷ് അങ്ങനെയല്ല ചെയ്തത്. അവരൊരു കുറ്റപ്പെടുത്തുന്ന രീതിയിലും അല്ലെങ്കിൽ ഒരുമാതിരി വാദിക്കുന്ന പോലെയൊക്കെ അനീഷ് സംസാരിച്ചു. അതിൽ നൂറാന്ന് പറയുന്നത്, അതിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ഹേർട്ടായെന്ന് വെച്ചാൽ, അതിലും ഇപ്പൊ 26 വയസ്സുണ്ട്. അപ്പം അനീഷ് പറയുന്നത് എന്താ വെച്ചാൽ, അനീഷല്ല എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ, ഇവര് വയസ്സ് കള്ളത്തരം പറയുകയാണെങ്കിൽ 20 വയസ്സൊക്കെ ഉള്ളൂ, അതായത് കുട്ടികളാണ്, ഇവരുടെ ഭാഗത്താണ് പ്രശ്നം, വീട്ടുകാരുടെ ഭാഗത്തല്ല പ്രശ്നം. അത് പിന്നീട് അതിൽ നൂറ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത്. അതായത് നമ്മുടെ ഏജ് വെച്ചിട്ടല്ല ഒരു പ്രശ്നത്തെ ഉണ്ടാക്കേണ്ടത്. അതായത് ഫാമിലിയില് പേരൻസ് ചീത്തയായിട്ടുള്ളവരും കാണും, കുട്ടികൾ ചീത്തയായിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പം ആർക്ക് എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരാളെ പറ്റി സംസാരിക്കാൻ എന്നൊക്കെ നമ്മുടെ നൂറ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ്. എന്നിട്ട് ഈ ബിഗ് ബോസിൽ അനീഷ് എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ക്യാമറ നോക്കിയിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് പറ്റുകയാണെങ്കിൽ ഇവരുടെ ഫാമിലിനെ ഉള്ളിൽ കൊണ്ടുവരണം, ഇവിടെ ചേർത്ത് വെക്കാൻ നോക്കണം. അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. ചില കാര്യങ്ങൾ പോസിറ്റീവാ, പക്ഷെ ആളുടെ രീതികളും ആ സംസാരവും ഒന്നും പണിയോളി കാണും കേട്ടോ. പറഞ്ഞപ്പോ വേറൊരു അത് ചിലപ്പോ ഗെയിം ആയിരിക്കും കേട്ടോ ആളുടെ. അത് പണി കയ്യിന്ന് പോയെന്ന് കണ്ട പൊടഞ്ഞ് വന്ന് ചിലപ്പം സംസാരിച്ചതാവാം അനീഷ്. എന്തായാലും നല്ല ബിഗ് ബോസ് ഗെയിമർ തന്നെയാണ്. അതെ. അപ്പൊ എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ അനീഷ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോ അനീഷ് പറയുന്നുണ്ട്, ആദ്യം എപ്പോഴും എന്നെ പ്രൊവോക്ക് ചെയ്തിരിക്കും, ഡൈനിങ് ടേബിൾ ഇരുന്നപ്പോ ഞാൻ അവരുടെ പ്രോബ്ലംസ് ചോദിച്ചു, ഫാമിലി ആയിട്ട് ജോയിൻ ആയപ്പോൾ 99% പ്രോബ്ലം തീരുമെന്നേ പറഞ്ഞു. അപ്പൊ നമ്മുടെ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, പറഞ്ഞ സാഹചര്യവും ടൈമും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇതിപ്പോ നേരെ തിരിച്ചാണ്. ഇപ്പം അനീഷ് ഡിവോഴ്സ് ആണല്ലോ, അപ്പൊ അനീഷിന്റെ ഡിവോഴ്സിനെ പറ്റിയിട്ട് ഇവര് ചോദിച്ചിട്ട് ഞങ്ങൾ ചേർത്ത് വെക്കാൻ നോക്കട്ടെ എന്നൊക്കെ ചോദിച്ചാൽ കൊന്നു കൊല വിളിച്ചാണ്. വീട്ടിൽ ചെല്ലുന്ന കാര്യം പറഞ്ഞപ്പോഴേ അനീഷ് ഒറ്റ അടിപ്പിക്കുന്നില്ലെന്നാണ്. ഇനി വീട്ടിലെ കാര്യം കൂടി ചോദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ പിന്നെ പോയി അവർ ഓക്കെയാണോ കൈ താന്നൊക്കെ 2-3 വട്ടം പറഞ്ഞപ്പോഴും അതില് തന്നില്ലെന്ന്. എനിക്ക് തോന്നുന്നു
ആദിൽ നൂറേനില് ഭയങ്കര ഇമോഷണൽ ആയിട്ട് തോന്നി എനിക്ക്. ഭയങ്കരമായിട്ട് ആളുടെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. കാരണം അവരുടെ പ്രശ്നം അവർക്കല്ലേ അറിയൂ, അവര് വന്ന വഴികൾ അവർക്കേ അറിയത്തുള്ളൂ. പിന്നെ അതുമല്ല, ഓൾറെഡി അനീഷിന്റെ സ്വഭാവവും അനീഷിന്റെ ഈ ചൊറിച്ചിലൊക്കെ സഹിയായിട്ടിരിക്കുന്നവരാ. അപ്പം നല്ല രീതിക്ക് പറഞ്ഞാലും ചിലപ്പോ അവരത് അങ്ങനെ ഉൾക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് അനീഷും കൂടി മനസ്സിലാക്കണം. നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ഇതൊരു ഗെയിം അല്ലേ, ചിലപ്പം അനീഷിന്റെ സ്ട്രാറ്റജി ആയിരിക്കാം ഇതെന്ന് പറയുന്നു. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ഇതിന് മുമ്പത്തുള്ള സീസണിലൊന്നും ഇത്ര പോലും ക്ലൂ കിട്ടിയിട്ടില്ല. ഡയറക്റ്റ് തന്നെ പറയുന്നുണ്ട് ഇയാളുടെ സ്ട്രാറ്റജി ആയിരിക്കാം, ഗെയിം ആണ്, എവിടെ മനസ്സിലാക്കാനാ അവര്. അത് കഴിഞ്ഞ് ലാലേട്ടൻ പോയിട്ട് വീണ്ടും അഭിലാഷം ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. അതെ, ഞാൻ ചോദിക്കുന്നത് ഇത്രയും എപ്പിസോഡ് കഴിഞ്ഞിട്ടും ഇത്രയും എപ്പിസോഡല്ല, ഇത്രയും സീസൺസ് ആയിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളത്. ഷാനവാസിന് അത് മനസ്സിലായിട്ടുണ്ട്. ഷാനവാസിന്റെ അടുത്ത് ഏക്കുന്നില്ല. ഷാനവാസ് നല്ല തിരിച്ച് നല്ല രീതിക്ക് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അനീഷ ഇപ്പം പ്രൊവോക്ക് ആവുന്നത്. അല്ല, ഇത് ഈ സ്ട്രാറ്റജി ആയിരിക്കും, ഗെയിം ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ആദിൽ നൂറ് എന്ന് പറയുമ്പോൾ അനീഷ് പോയി സമാധാനിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാരും കൂടെ സോഫയിൽ നിന്ന് നമ്മുടെ ലാലേട്ട ഇരിക്കെ തന്നെ എല്ലാരും കൂടെ നീ ഡ്രാമ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അനീഷിനെ വീണ്ടും ഇതാക്കുക. അപ്പോ ചില പ്രേക്ഷകർക്ക് അത് കാണുമ്പോ സിമ്പതി വരും. അതായത് അനീഷ് റിയാക്ട് ചെയ്യുന്നത് ഇവര് റിയാക്ട് ചെയ്യുന്ന കണക്കല്ല, കൂളായിട്ട് ഇങ്ങനെ. പക്ഷെ ഒരു കാര്യം തന്നെ 10 വട്ടം പറയുന്നുണ്ടെങ്കിലും കൂളായിട്ട് ആള് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ കാണുന്നവർക്ക് മറ്റാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് സംസാരിക്കുന്ന അരഗന്റ് ആയിട്ട് തോന്നുന്നു, അനീഷ് പാവമായിട്ട് തോന്നുന്നു. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഗെയിം. അതെ, അങ്ങനെ അവരുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അഭിലാഷ് എണീറ്റ് സംസാരിക്കുന്നുണ്ട്. എല്ലാരും, അതായത് അനീഷ് എല്ലാരും നികൃഷ്ട ജീവികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആരും വീട്ടിൽ കയറരുത്, വീട്ടിൽ വന്നു പോകരുത്, വീട്ടിന്റെ അടുത്തോട്ട് നാട്ടിലോട്ടേ വരെ വന്നു പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് അനീഷ് എണീറ്റ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നോമിനേഷൻ സമയത്ത് അനീഷ് നോമിനേഷൻ ഇല്ല എന്ന് അറിഞ്ഞപ്പോഴത്തെ എല്ലാരും കൂടി കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അപ്പൊ ഒരു നിലപാടില്ലാത്തവരെ ഞാൻ അടുപ്പിക്കത്തില്ല, ഒരു കയ്യകലത്തിലെ നിർത്തത്തുള്ളൂ, അങ്ങനെയുള്ളത് നിർത്തത്തോളം എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് അങ്ങനെയുള്ളവർ അങ്ങനെ മതി. കാര്യം കയ്യകലത്തിൽ നിർത്തുന്നത് അവരെയും തിരിച്ച് കയ്യകലത്തിൽ നിർത്തുക, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മൈൻഡ് ഉള്ളവരെ അടുപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യുക. വീണ്ടും ലാലേട്ടൻ ഒരു ഹിന്റ് കൊടുത്ത്. അപ്പൊ അത് ആ ഗെയിം അങ്ങനെ എടുക്കുക. അതില് തന്നെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, ആളങ്ങനെ പറഞ്ഞെങ്കിൽ ആൾ ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ വേണം അത് ശ്രദ്ധിക്കാം. മാത്രമല്ല ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മോഹൻലാല് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ എല്ലാരും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം എന്നില്ല. അത് മാത്രമല്ല, പിന്നെ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഗെയിമാണ്, എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ വോട്ടിംഗ് മാറാം എന്ന് ഡയറക്റ്റ്. ഇത് ബിഗ് ബോസ് ഗെയിമാ, ആൾ ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കുന്നതെന്ന് വരെ പറഞ്ഞു. ഇത്രയും ക്ലിയർ കട്ടായിട്ട് ഗെയിം എക്സ്പോസ് ചെയ്ത് വേറൊരു സീസണും ഇല്ല. എന്നിട്ടും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശരത്ത് എണീറ്റ് എന്ന് പറയാ, ഫുഡ് ഇപ്പൊ നമ്മള് പുള്ളിയുടെ അടുത്ത്, അതായത് അനീഷിന്റെ അടുത്ത് ഡയറക്റ്റ് പോയി ഫുഡ് കഴിച്ചു എന്ന് ചോദിച്ചാൽ നീ ആരാടാന്ന് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനാ ആളോട് പോയി ചോദിക്കാതിരിക്കുന്നത്, ഫുഡ് കഴിക്കും എല്ലാം അറിയാമല്ലോ, ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കാതിരുന്നാ പോരെ. ഇതേപോലെ ഒരു സംഭവമായിരുന്നു. അനീഷ് നമ്മുടെ അനു കരഞ്ഞോണ്ടിരിക്കുന്നത് ഓക്കെ ആയോ എന്ന് ചോദിച്ചണക്കാ, കരഞ്ഞോണ്ടിരിക്കുന്നിടത്ത് ഓക്കെ ആയോ. അതെ, എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബിന്നീനെ വിളിച്ചു. ബിന്നീനെ അടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അത് പരാതി എഴുതിയിട്ടിട്ടുണ്ടല്ലോ, പരാതി അനീഷിനെതിരെ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് കാർഡ്സ് ഇറക്കും പറഞ്ഞ് ഒറ്റപ്പെടൽ കാർഡും കാര്യങ്ങളൊക്കെ ഇറക്കുന്നു പറയുന്നു. അപ്പോ നമ്മുടെ ലാലേട്ടൻ ബിന്നിയോടെ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിന് കളിക്കണമെന്നില്ലല്ലോ, അപ്പോ നിങ്ങളും കളിക്കൂ തിരിച്ച് എന്നാ. അല്ല, സത്യം പറഞ്ഞ ഈ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞ പക്കായിട്ട് അനീഷിന്റെ ഗെയിം എക്സ്പോസ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു ലാലേട്ടൻ. അത് പക്ഷെ ആർക്കും അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ബിന്നിയോടും പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി കളിക്കൂ എന്നൊരു വേർഡും കൂടെ ആള് പറഞ്ഞു. ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഓരോരുത്തർക്കും കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഹിന്റ് കൊടുത്തിട്ടുണ്ട്. കാരണം അനീഷ് ഒരു ഒറ്റൽപ്പെടൽ ഗെയിമില് കുറച്ചൊന്ന് കയറി വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഹിന്റ് കൊടുത്തു, പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല. കാര്യം ബിഗ് ബോസ് എന്ന് പറയുമ്പോ എല്ലാരും ഗെയിം കളിക്കണമല്ലോ, അത് വെച്ചോണ്ടാണ് ഈ ഹിന്റ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക. അതെ, പിന്നെ നമ്മുടെ ശൈത്യ ഷാരികയുടെ തോച്ചപ്പോ പറയുന്ന ആൾക്ക് കുറെ നല്ല വശങ്ങളും ഉണ്ട്, പക്ഷെ അതേപോലെ തന്നെ ചീത്ത വശങ്ങളും ഉണ്ട്. അതായത് ഈ ക്യാപ്റ്റൻ എന്നുള്ള ഒരു നിലയ്ക്ക് ഒരു കാര്യവും ചെയ്തില്ല, അതുള്ളത് തന്നെ കേട്ടോ. ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് വളരെ പരാജയമായി പോയി, വളരെ പരാജയമായിരുന്നു. ഒന്നും ഒരു തുണി പോലും കൊടുത്തില്ല എന്നാണ് പരാതി വന്നേക്കുന്നത് അഭിലാഷിന്റെ. അതെ, അപ്പം അത് ശരിയായിരുന്നു. നമുക്കും ഈ ആഴ്ച കാണുമ്പോൾ തന്നെ അറിയായിരുന്നു. അനീഷ് ശ്രദ്ധിച്ചത് മൊത്തം ഇവരെ കൊണ്ട് അനുസരിപ്പിക്കുക, റൂൾ ചെയ്യിപ്പിക്കാനും കാര്യങ്ങൾക്ക് മാത്രമാണ്.
ആ റൂൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇവരെങ്ങനെ ട്രിഗർ ചെയ്യാം അതിൽ മാത്രമാണ് ആള് ഫോക്കസ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്. അല്ലാതെ വേറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതെ. പിന്നെ നമ്മുടെ ശരത്തിന്റെ അടുത്ത് ശൈത്യ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. അനീഷായിട്ടുള്ള പ്രശ്നത്തില് ശൈത്യ ഡയറക്റ്റ് ഒന്നും അങ്ങനെ പറയുന്നില്ല. ഓരോരുത്തരുടെ പ്രൊഫഷനും കയറി ആള് കൈവെക്കുന്നുണ്ട്. അതായത് അനുവിനെ കുറിച്ചിട്ട് കലാകാരി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞെന്നും പിന്നെ ശരത്തിനെ കുറിച്ചിട്ട് ആളുടെ ആക്ടിങ് കൊള്ളില്ല എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പൊ നമ്മുടെ അനീഷ് എണീച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ ശരത്തിന്റെ ആക്ടിങ് കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ അനുമോള് എണീറ്റ് അനുമോളിന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അനുമോളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു ക്ലാരിറ്റി കുറവുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. ഓർമ്മയില്ലാത്തതാണോ ഇനി മറച്ചു വെക്കണമെന്ന് അറിയത്തില്ല. ഇതെപ്പോ നടന്നതെന്നൊക്കെയാ ചോദിക്കുന്നത്. അപ്പൊ ശൈത്യ പറഞ്ഞു ഇല്ല നിനക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരത്ത് പിന്നെ അങ്ങനെ വിട്ട് അവർക്ക് രണ്ടുപേർക്ക് ഓർമ്മയില്ല. ഇനി ഫൂട്ടേജ് തപ്പി ഇറങ്ങണം ലാലേട്ടനും ടീമും. അതുകൊണ്ട് വിട്ട് ശരത്ത് അനീഷാണല്ലോ ഇപ്പുറം നിൽക്കുന്നത്. അനീഷിന് ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ ശരത്തിന്. ശരത്തിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനീഷ് വീണ്ടും പറയും ഇല്ല ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ പക്ഷെ ഒന്നുണ്ട്, ലാലേട്ട് ഇരിക്കുന്നുണ്ടോന്ന് അറിയും കൂടുതൽ സമയം തർക്കിച്ചില്ല. മറ്റേത് ഒരു 10-20 തൊട്ടാ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോണ്ടിരുന്നത്. ലാലേട്ട് ഇരിക്കുന്നുണ്ടോ 2-3 എണ്ണത്തിലങ്ങ് നിർത്തിയ ആള്. അതെ. അപ്പൊ അതൊക്കെയാണ് ആ ഒരു സംഭവത്തിൽ നടന്നത്. ഇപ്പൊ എന്നിട്ട് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ ഫുട്ടേജ് ഞങ്ങളുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ എടുത്തിടാൻ ഒട്ടും വിഷം മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അനു പറയുന്നുണ്ട് ഫുഡ് കഴിക്കുന്ന ടൈമിലൊക്കെ നീ താഴെ ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതില് അനീഷ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നറിന്റെ പ്രശ്നങ്ങൾ നടന്നായിരുന്നല്ലോ. ആ സമയത്ത് ആരാണ് അവിടെ ഇന്നർ ഇട്ടേന്ന് അനു അവിടെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ അനു പറഞ്ഞില്ല. അപ്പോഴാണ് അഹങ്കരിക്കാതെ താഴെ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. മുഖം പൊത്തിയിരിക്കുക. അനീഷ എണീറ്റ് നിന്നിട്ട് അടിവസ്ത്രം എന്ന് പറഞ്ഞ് വിശദീകരിക്കുക. ഗിസൽ അത് കേൾക്കുമ്പോ നടക്കേട്. അതെ. പിന്നെ അനുവും ഗിസലിന്റെ ഇടയിൽ ഒരു ഗോൾഡ് വാർ നടക്കുന്നുണ്ടെന്ന് അനീഷ് വരുമ്പോ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. അതൊക്കെ തട്ടിമുട്ടി ന്യായങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോയതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു നടന്നത്. ഇതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ ആര്യൻ സേവ് ആയി, ഷാരിക സേവ് ആയി കേട്ടോ. ഇവർ രണ്ടുപേരെയും സേവ് ചെയ്തു. ഇന്റർവെൽ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ സംഭവ വികാസമായ കാര്യങ്ങൾ നടക്കുന്നത് കേട്ടോ. അനീഷും അനുവും തമ്മിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് ചെറിയൊരു ഫൈറ്റ് നടക്കുമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അനുവും തമ്മിൽ ഈ ഒരു ഫൈറ്റ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷിന്റെ കൂടെ തന്നെ പിന്നെ നോക്കുമ്പം അവിടെ അങ്ങ് അറ്റത്തിൽ നിന്ന് അഭിലാഷ് കയറി വന്നിട്ട് അഭിലാഷ് ഭയങ്കരമായ രീതിയിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലായിരുന്നു റേസ് ചെയ്ത്. ഇത് ഇച്ചിരി ഭയങ്കര ഓവറാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് പോയിട്ട് അവർക്ക് അത് മനസ്സിലായില്ലെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനീഷ് കൂളായിട്ട് തിരിച്ച് തർക്കിക്കുമ്പോൾ ഇവൻ അഭിലാഷ് വന്നിട്ട് ഇത്രയും റേസ് ആയി ഇത്രയും ഇടിപ്പ് ഇടിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു നെഗറ്റീവ് വരുമെന്ന് അറിയോ, അനീഷിന് പോസിറ്റീവ് ആവും. നമ്മുടെ അനീഷ് ഒരു വേർഡ് ഓരോരുത്തരും മനസ്സിലാക്കി കളിക്കൂ, ഓരോരുത്തരും മനസ്സിലാക്കി കളിക്കൂ ഇതൊരു 10-50 വട്ടം പറയും കേട്ടോ. ഉടനെ അപ്പൊ നമ്മുടെ അഭിലാഷ് പറയുന്നുണ്ട് നിനക്ക് അത്രേ ഉള്ളടാ വില, നീ ക്യാപ്റ്റൻ ആയിട്ട് എന്തോ ഉണ്ടാക്കിയെന്ന് പറ. അല്ല ഈ അഭിലാഷ് പറഞ്ഞ വേർഡ്സ് എല്ലാം പറഞ്ഞതെല്ലാം കറക്റ്റാ. തിരിച്ച് അതാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കും, വാവുണ്ട് സംസാരിക്കും. അത് പക്ഷെ കൂളായിട്ട് അനീഷ് പറഞ്ഞ പോലെ തിരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അനീഷ് അവിടെ തീർന്ന, അനീഷിന്റെ ഗെയിം അവിടെ നിന്നാനെ. പക്ഷെ ഇവരിങ്ങനെ കയ്യും വീശി മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ നെഞ്ചും പിരിച്ച് വന്നു കഴിഞ്ഞാല് കാര്യമില്ല. അപ്പോ നമ്മുടെ അനീഷിന്റെ അടുത്ത് എന്നിട്ട് അഭിലാഷ് പറയണ നീ കൂടുതൽ ഡയലോഗ് അടിക്കല്ലോ, കേട്ടല്ലോടാ. അപ്പൊ ഉടനെ അനീഷ് ഡയലോഗ് അടിച്ചാ നീ എന്ത് ചെയ്യും, ഉടനെ ഇത് പറയും തോറും അഭിലാഷ് അടുത്തോട്ട് നീങ്ങി വരട്ടില്ല. ഗെയിമിലാണെങ്കിൽ ഒരാൾ ഇവിടുന്ന് പറയുമ്പോ മറ്റാൾ അടുത്തോട്ട് നീങ്ങി വന്നിട്ട് മുഖത്തിന് പോയി. എനിക്ക് തോന്നുന്നു അനീഷിന് കാണാൻ പറ്റിയോ അഭിലാഷിനെ, കാരണം അമ്മാതിരി അടുത്ത് കയറി നിന്നു. എന്നിട്ട് ഡയലോഗ് അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കൂടാ, അപ്പൊ തിരിച്ച് വീണ്ടും ഞാൻ ഡയലോഗ് അടിക്കും നീ എന്ത് ചെയ്യും, തിരിച്ചടിക്കൂടാ, മുണ്ടൊക്കെ മാർക്കിക്കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ എല്ലാം കൂടെ വിളിച്ചോണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പിടിക്കരുത്, അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ, അല്ല പിന്നെ എന്താ പറയാനാ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഓപ്പണായി പറയുകയാണെങ്കിൽ അനീഷ് ഭയങ്കരമായ രീതിയിൽ എക്സ്ട്രീം ആയിട്ട് ചൊറിയുന്നുണ്ട്. പക്ഷേ അനീഷിന്റെ ഒരു ലിമിറ്റ് വിടുന്നില്ല. അത് നമുക്ക് പറ്റാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഇത് ബിഗ് ബോസ് വീടാണ്. നമുക്ക് യഥാർത്ഥത്തിലാണെങ്കിൽ ഈ ചൊറിയുന്ന കണ്ടാൽ നമ്മൾ ചിലപ്പോൾ തിരിച്ചിന്റെ അപ്പുറം ദേഷിക്കും. പക്ഷേ ഇത് ബിഗ് ബോസ് വീടാണ്, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. ഇവര് ലൈവ് ഫുള്ളും കാണുന്നവർ മിക്കവരും കാണില്ല, ഈ വരുന്ന ഒരു മണിക്കൂറുള്ള ഷോ മാത്രം കാണുന്നവരായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ അനീഷിനെക്കാളും കൂടുതൽ ഭയങ്കര അറഗന്റ് ആയിട്ട് അഗ്രസീവ് ആയിട്ടാണ് നമ്മുടെ അഭിലാഷം വന്നിട്ട് ആളുടെ ഓരോ രീതികളും
ഭയങ്കര 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 ഇപ്പൊ അങ്ങ് അടിക്കും എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് അനീഷിനോട് ഒരു സഹതാപം തോന്നും. ആ മുഖം വെപ്പും എല്ലാം കാണുമ്പോഴത്തേക്കും നമ്മള് അതെ, അത് ഒരിഷ്ടം എടുത്തെടുത്ത് തോന്നും ക്യാമറ ആൾക്കാർക്ക്. കാണിക്കുന്നുണ്ട് ആ അനീഷിന്റെ ഫേസ്. നമുക്ക് അതേപോലെ തന്നെ ഈ ക്യാമറ ഇപ്പുറത്തെ ആംഗിളിൽ വരുമ്പം അഭിലാഷിന്റെയും കാണിക്കുന്നുണ്ട്. അപ്പം അഭിലാഷ് ഭയങ്കര ആരോഗ്യൻസ് ആയിട്ടിരിക്കുന്നു, ഇപ്പുറം നോക്കുമ്പോ അനീഷ് ഭയങ്കര സൗമ്യമായി ഇത്രയും പറഞ്ഞു. അപ്പൊ നമുക്ക് തോന്നും അയ്യോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഫീലിംഗ് ചിലരുടെ മനസ്സിലെങ്കിലും. അല്ല, അനാവശ്യ വാക്ക് പോലും പറയുന്നില്ല ആള്. അതെ, ആ ഒരു വാക്ക് 3 വട്ടം പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ ചൊറിയുന്നുമുണ്ട്. അപ്പൊ ഇതാണ് കുഴപ്പമെന്ന് പറയുന്നത്. അതെ. അത് അഭിലാഷ് കാണുന്നവർക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി വാളാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. കാരണം വായിന്ന് വരുന്നതും ഒരു ലിമിറ്റിന് കുറച്ച് മുകളിലോട്ട് ആവുന്നുണ്ട്. കാരണം കുറച്ചും കൂടെ അതിനെ വിട്ട് കഴിഞ്ഞാൽ തീർന്നു. അല്ല, ഇനി അടിക്കാൻ പോവാണെങ്കിൽ വിട്ടേക്കണം. കാര്യം അവരവരുടെ ഗെയിമിന് അവർക്ക് വേണ്ടെങ്കിൽ ഈ അഭിലാഷ് ഇങ്ങനെ അവിടെ നിന്ന് തന്ത്രപ്പാട് കാണിക്കുന്ന അടിക്കാൻ പോലൊക്കെ കാണിക്കുന്നെങ്കിൽ ഉണ്ട്. എന്തിനാണ് ഈ അക്ബറൊക്കെ വന്ന് പിടിച്ചു മാറ്റുന്നത്? അയാൾക്ക് അറിഞ്ഞൂടെ അയാൾ ആ ഗെയിമിലാ വന്നേക്കുന്നതെന്ന്. അടിക്കുന്നെങ്കിൽ പോയി അടിക്കട്ടെ. അഭിലാഷ് ഔട്ട് ആവണമെങ്കിൽ അക്ബറിനും നല്ലല്ലേ? അതെ, അല്ല എല്ലാവരും ഗെയിം കളിക്കാനാ വന്നേന്നുള്ള ബോധം സ്വയം വേണമല്ലോ. എന്തിനാ പിടിച്ചു മാറ്റുന്നത്? അതിപ്പം അഭിലാഷ് ആയാൽ മാത്രം പറയല്ല കേട്ടോ, അവിടെ ആരടിക്കാൻ ചെന്നാലും മറ്റൊരാളെ പിടിച്ചു മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാവരും ഒരു വട്ടം എലിമിനേറ്റ് ആവാൻ വേണ്ടി തന്നെയാണ് അതിൽ വന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതാണ്. എന്തിനാ ഈ പിടിച്ചു മാറ്റുന്നത്? അവർക്ക് സ്വയം ബോധത്തിൽ അടിച്ചു പോണെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ റോക്കി പോയ പോലെ പോട്ടെ, അത്രേ ഉള്ളൂ. അവരവർക്ക് കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ കളിക്കണ്ട, അത്രേ ഉള്ളൂ. ഇത് ഗെയിം. അതിപ്പം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ട് പോയേ ഉള്ളൂ ഇത് ഗെയിമാണ്. അയാളുടെ അനീഷിന്റെ ആ ഒരു സ്ട്രാറ്റജിയിൽ വീഴാതിരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദൈവം വീണ് കൊടുത്തു. അപ്പൊ അത്രയും സ്ക്രീൻ സ്പേസും കൊടുത്ത് കണ്ടന്റും ആക്കിട്ട് കൊടുത്ത്. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇതിനെ കുറിച്ച് ഞാൻ വിചാരിച്ച് സംസാരിക്കുമെന്നാണ്. ഞാൻ വിചാരിച്ച ലാലേട്ടൻ നല്ല കലിപ്പിക്കുന്നായിരുന്നത്. ലാലേട്ടൻ തന്നെ വിട്ടാണ് ഏറ്റടുത്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ നമ്മുടെ ഒണിയലിനോട് ബിന്നീനെ പറ്റിയിട്ട് ആളൊരു പോയിസൺ ആണെന്ന് പറഞ്ഞത് എന്താന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഒണിയൽ പറയുന്നുണ്ട്, ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ നിന്ന് ചെയ്യുമ്പോ അതിന്റെ രീതിയിൽ നിൽക്കുന്നില്ല. പിന്നെ 3-4 ദിവസം വയ്യാന്ന് പറഞ്ഞ് കിടക്കായിരുന്നു. നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി ആയിട്ടും അധികം ആള് വന്നില്ല. അതേപോലെ എന്തോ വെജിറ്റേറിയൻസിന്റെ കാര്യം, കുറച്ച് 1-2-3 പേര് വെജിറ്റേറിയൻ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പം അത് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അക്ബർ മറ്റേ പണിപ്പുരയിൽ പോയപ്പം ഫുഡ് എടുത്തല്ലോ, അപ്പൊ ഒരു വെജ് ബർഗർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ബിനിക്ക് ഇഷ്ടമായില്ല. അത് എന്തിനാന്നും ചോദിച്ചു. നോൺ വെജ് അല്ല, വെജ് കഴിക്കുന്ന ഗിസയിലും വേറെ 2 പേരെ കണ്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ പേരില്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആ വിഷം എന്നൊക്കെ അതിന്റെ പേരില് വിഷം എന്നൊക്കെ ആരെങ്കിലും പറയൂ? ഒരാളുടെ മൊത്തത്തിൽ ഓവറോൾ ഗെയിമിൽ വെച്ചിട്ട് അങ്ങനെ എന്തോ പറഞ്ഞതാ. ബിന്നി ഇടയ്ക്കൂടെ ഒക്കെ നല്ല ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, അത് ഇവർക്കെല്ലാം അറിയാം. അത് വെച്ചിട്ട് പറഞ്ഞ. പിന്നെ ലാലേട്ടന്റെ മൂവി ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോ ആള് തട്ടിക്കൂട്ടി ന്യായമിട്ട പോലെ എനിക്ക് തോന്നിയത്. അതെ, അപ്പൊ നമ്മുടെ ബിന്നി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല, ആർക്കൊക്കെ വെജ് ബർഗർ വേണം എന്നുള്ള ഒരു വോട്ടിംഗ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നോക്കുന്നതിന് മുന്നേ എന്റെ ദേഹത്ത് ചാടിക്കയറി പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ എടുത്താൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എല്ലാവർക്കും ഉണ്ടോന്ന് അത് നോക്കണം എന്നൊക്കെ പറഞ്ഞു. അതെന്താ ബിന്നി ഇവൻ ഒനിയൽ സാബുനെ നോമിനേറ്റ് ചെയ്തായിരുന്നു, അതിനുശേഷം ഒനിയല് ടാർഗറ്റ് ചെയ്യുന്ന ബിന്നി പറയുന്നത്. അതെ, അല്ലല്ല, അത് അങ്ങനെയല്ല പറഞ്ഞേ. പിന്നെ ബിന്നി എന്തോ നോമിനേഷനിൽ വന്നപ്പോ കയ്യടി കണ്ടപ്പോഴേ മനസ്സിലായി എന്നാണ് പറഞ്ഞത്. അപ്പോ അവർക്ക് തമ്മിൽ ഒരു ചെറിയ യുദ്ധം നടക്കുന്നുണ്ട്. പിന്നെ അപ്പോ അനുവിന്റെ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ അനുവിന്റെ അക്ബറിന്റെ പ്രശ്നമാണ്. അതായത് അനു പറഞ്ഞല്ലോ, അതെ, അനു അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ കഴിഞ്ഞ നമ്മുടെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, അനു എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ആദ്യം തോന്നി. പിന്നെ അവരുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി നമ്മൾ അതായത് മോശമായ രീതിയിലല്ല നോക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം തമാശ രീതിയിൽ പറയാം. അപ്പൊ അനു പറയുന്നത് തമാശക്ക് പറഞ്ഞാണെന്ന് പറയുമ്പോഴും ലാലേട്ടൻ പറയുന്നത് തമാശ രീതിയിൽ പറയുകയാണെങ്കിലും ഇത് നമ്മുടെ ഓഡിയൻസിനിടയിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. നോട്ടം പ്രശ്നമില്ല, ഇങ്ങനെ ചില ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് അനു പറയുന്നുണ്ട്, എനിക്ക് അക്ബറിനെ ഇഷ്ടമല്ല, നോട്ടം ശരിയല്ല, ആൾക്ക് ഭയങ്കര ദേഷ്യമായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഓഡിയൻസിന്റെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ വരും. അപ്പം അക്ബർ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, ഏത് നോട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ കാണിച്ചത്. ലാലേട്ടൊന്ന് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ പറഞ്ഞത്, ഈ ടോപ്പിക് എടുത്തിട്ടത്. അതിനിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, അനു ഈ ഡോക്ടേഴ്സിന് പറ്റിയിട്ട് മോശമായിട്ടൊന്നും അങ്ങനെ പറഞ്ഞില്ലട്ടോ. ഒരു തമാശ രീതിയിൽ ഇപ്പം ഷാനവാസ് അത് പറയുന്നുണ്ട്. പറഞ്ഞ ഒരു കാര്യം ഇവരിത് കേട്ടപ്പോ, അതായത് ഷാനവാസ് അവിടെ പോയി പറഞ്ഞത് ഡോക്ടേഴ്സ് ക്യാഷിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ വെറുതെ മരുന്ന് വാങ്ങി തരാന്ന് പറഞ്ഞപ്പോ ഒരു
ദേഷ്യം വന്ന് അത് അവിടെ തീർത്തത്. അപ്പൊ ഷാനവാസ് എണീറ്റ് എന്ന് പറയുന്നുണ്ട് ചെറിയൊരു, അത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അനു അങ്ങനെ ഡോക്ടേഴ്സിനെ പറ്റി പറഞ്ഞത് ശരിയാണോ എന്ന് തോന്നുന്നു. എന്താ പറഞ്ഞെന്ന് വെച്ചാല് ഈ നമ്മുടെ ശരത്തിന് വയ്യാതായി കിടന്ന ടൈമില് ഇങ്ങനെ അനു പറഞ്ഞു കുറച്ച് വിക്സോ കാര്യങ്ങളും ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ മരുന്ന് തന്നെന്ന് പറഞ്ഞപ്പം അനു പറഞ്ഞു വെറുതെ ഈ മരുന്നും കാര്യങ്ങളൊക്കെ വാരി കഴിക്കില്ല ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ മരുന്ന് തരുന്ന എന്തിനാന്ന് വെച്ചപ്പോൾ അത് അവര് ഡോക്ടേഴ്സ് ചുമ്മാ പോയതിന്റെ പേര് എഴുതി തരുമെന്ന് പറഞ്ഞു. ഇത് ഷാനവാസ് ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞതാ, ഒരു തമാശക്ക് ക്യാഷിന് വേണ്ടി മരുന്ന് തരുന്നത്. ഇത് ഈ അക്ബർ ടീമും അതായത് സീരിയസ് ആക്കി എടുത്തത്, നമ്മുടെ അപ്പാനിയും കൂടെ വലിയ സീരിയസ് ആയിട്ട് എടുത്തു. അല്ല അത് നമുക്ക് കാണുമ്പോഴും അറിയാം, അത് ഷാനവാസ് ഇടയ്ക്കൂടെ ചുമ്മാ തമാശക്ക് ട്വിസ്റ്റ് ചെയ്തത് ഇവര് സീരിയസ് ആക്കി ഫണ്ണാക്കി കൊണ്ടുപോകാൻ എടുത്തത് അക്ബർ ഭയങ്കര സീരിയസ് ആക്കി എടുത്തിട്ടോ. അത് സ്പോയിൽ ശരിയാ. അല്ല അക്ബർ മൊത്തത്തിൽ ഒരു സീരിയസ് ആളാ, അത് ചെറിയൊരു കാര്യം കിട്ടിയാല് അല്ല അത് ഓൾറെഡി നമ്മുടെ ലാലേട്ടനും പറയുന്നുണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കുക. ഒരുപാട് അത് വലിച്ചിട്ട് അല്ല കുറെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ അവർക്ക് ഒരു ഇതായിട്ട് തോന്നരുത് ഇങ്ങനെ ഒരു ഷോയിൽ വന്നു. പക്ഷെ അനുമോള് നമ്മുടെ ഈ വീട്ടിലൊക്കെ പറയത്തില്ല, ഈ നമ്മൾ കൂടുതൽ മരുന്ന് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ പൊതുവെ പറയാറുള്ള അധികം മരുന്നൊന്നും കഴിച്ചുകൂടാ, വീട്ടിൽ പറയുന്ന കണക്കൊന്നും പറഞ്ഞതാ ആള്. പക്ഷെ ഇവിടെ ഇത് ഈ ഷോ ആയതുകൊണ്ട് എങ്ങനെയും മാറാം, ചിലപ്പോ സീനാവാൻ ചിലപ്പോ സീനാവാത്തൂടാ. അത് മാറ്റാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗിസൈലിന്റെ അടുത്തും ഷാനവാസിന്റെ അടുത്തും ഈ പുറത്ത് കിടന്ന് ഉറങ്ങിയതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിലാണ് ഈ ഗിസൈല് പറയുന്നത് ഈ മനുഷ്യനെ ഞാൻ വിശ്വസിച്ചു സേവ് ചെയ്ത് വെച്ചു, ചങ്ക് പൊട്ടിയില്ല. അപ്പം ലാലിനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഓക്കെയാണ്, എന്നാലും കുഴപ്പമില്ല, എന്നാലും പൊട്ടി എന്ന് ഗിസൈലും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാപ്റ്റൻ അടുത്ത ആഴ്ചത്തേക്ക് നമ്മുടെ ഷാനവാസിനെ കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എവിക്ഷനിലും ആള് വന്നിട്ടുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് ഒരാള് ക്യാപ്റ്റനുമായി നോമിനേഷൻ വന്നിട്ട് ക്യാപ്റ്റൻ ആവുന്ന. പിന്നെ നമ്മുടെ ബാക്കി 3 പേരാണ് നോമിനേഷനിലുള്ളത്. അതായത് നമ്മുടെ നെവിനും രേണുവും ഗിസയിലായിരുന്നു ഉള്ളത്. ഇതില് രേണുവിനെ സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. രേണുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആള് പോവില്ലെന്ന് അറിയില്ല, പക്ഷെ ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പോവില്ലെന്ന്. ഞാൻ ഇത്രയും വീഡിയോ വെളിയിലിട്ട് തകർത്തായിട്ട് വന്നേക്കുന്നു, പോകും ഒരു കണക്കിന് ആ വീഡിയോ വിവാദമായെങ്കിൽ അത് വൈറലായില്ലേ. അപ്പൊ അത് രേണുവിനെ സേവ് ചെയ്തു. പിന്നെ നമ്മുടെ ജയിലിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് ജയിലിലെ റൂള് ബ്രേക്ക് ചെയ്ത് നമ്മുടെ അനുവും ശരത്തിനെ പറ്റി, അതായത് പുറത്തു പോവാം, ബാത്റൂമിൽ പുറത്തു പോവാം എന്നുണ്ടെങ്കിലും കുറെ നേരം പോയി പുറത്തു നിന്നു. അവര് ലിവിംഗ് റൂമിലൊക്കെ പോയി കുറെ ഒളിച്ചിരിക്കുകയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് നെവിന്റെ കയ്യിൽ നിന്ന് ലിപ് ബാം വാങ്ങി കൊണ്ടുപോയിടും. അതായത് അനുവിനെ പോയി ലിപ് ബാം ഇട്ട് കൊടുത്തു. അത് നെവിനെ വിളിച്ച് ചോദിക്കുന്നു, എണീപ്പിച്ച് ചോദിച്ചു. എന്നിട്ട് നെവിന്റെ അടുത്ത് ചോദിച്ചു സന്തോഷപ്രകാരമാണോ അത് അനു പറഞ്ഞിട്ടാണോ നോക്കിയപ്പോ അല്ല എന്റെ സ്വന്തം പ്രൊഫഷൻ ഇടയ്ക്ക് ഒന്ന് കേറി വന്നത്, ഇടയ്ക്കിടയ്ക്ക് പ്രൊഫഷൻ അത് കൊണ്ട് കിടക്കുക, കൈ കൊണ്ട് കിടക്കുക എല്ലാം ഇങ്ങനെയൊക്കെ. പ്രൊഫഷൻ ഇടയ്ക്കിടയ്ക്ക് കയറി കഴിയുമ്പോ മുമ്പിൽ നിൽക്കുന്ന ആളുടെ ചുണ്ടാണ് അവിടെ വെച്ചങ്ങ് തേച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇടയ്ക്ക് വെച്ച് അനീഷിനെ ഉള്ളിലാക്കി ജയിലിൽ അടച്ചിട്ടായിരുന്നല്ലോ, അതൊക്കെ ശരിയാണോ എന്ന് നോക്കുമ്പോൾ അതൊക്കെ ഒരു ഫണ്ണായിട്ടോ ചെയ്തെന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജയിലെന്ന് പറയുന്ന ഒരു ഫണ്ണാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം അനു പറയുന്നുണ്ട് നല്ല കൊതുവടിയായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നല്ല സൂക്ഷിക്കാനാണ് ഇതിന്റെ അപ്പുറം കഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജയിലിൽ വരും. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും ഈ ജയിലില് ഈ ബാത്റൂം വെളിയിലോട്ടാക്കിയെന്ന് തോന്നുന്നു കേട്ടാ, അച്ഛൻ കൂടി ടഫാക്കാനായിരിക്കും. പക്ഷെ അത് അവരങ്ങ് എനിക്ക് തോന്നുന്നു ഇത്തവണ സീസൺ മിക്കവാറും അത് അവർക്ക് ഒരു ഫ്രീഡം ആക്കി എടുക്കുമെന്ന് തോന്നുന്നു. അതെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫുഡിന്റെ കാര്യം, ഫുഡിനാണ് ജയിലിൽ കിട്ടിയത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചപ്പോ പറഞ്ഞത് വെളിയിൽ ആരും ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നോണ്ട് കൊടുത്തേന്ന്. നമ്മുടെ ലാലേട്ടൻ തിരിച്ച് നല്ലൊരു മറുപടി ഇറങ്ങി. പിന്നെ ഒരു കാര്യം ചെയ്തേക്ക്, അത്രയ്ക്കൊക്കെ വിഷമവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്, ഇനി വന്നേക്ക്, എനിക്ക് ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ന് വന്നേക്കുന്നത്. കാരണം നല്ലതായിട്ട് തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ ഈ വട്ടം പറയുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മളങ്ങ് ഭയങ്കര നന്മമാരെ കാണിച്ചതാണ്, പക്ഷെ അത് അവിടെ തന്നെ പൊളിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ശരത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അനീഷിനെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ അവിടെ സഹിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വന്നേക്ക്. ഉടനെ ശരത്ത് പറഞ്ഞില്ല അതെ. പിന്നെ അങ്ങനെയുള്ള എല്ലാവർക്കും ഗെയിം കളിക്കാൻ വേണം, അതിന്റെ ഇടയിൽ കൂടെ നന്മവരാവാൻ നോക്കുന്നുണ്ട്. അത് അപ്പോഴേ ലാലേട്ടൻ തകർക്കുന്നുണ്ട്, ബിഗ് ബോസും ലാലേട്ടനും കൂടി. അതെന്തായാലും നല്ല കാര്യം. കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ നന്മവരങ്ങളെ വെക്കണം. അതെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗിസേലിന്റെ അടുത്തും നെവിനും ആണല്ലോ ബാലൻസ് ഉള്ളത്. അപ്പൊ ഇവരൊക്കെ എനിക്ക് വെച്ചിട്ട് നെവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിക്കോ പോവോന്ന് തോന്നുമ്പോ നെവിൻ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിക്കണമെന്നാണ്. കാരണം ഒരാഴ്ച കൊണ്ടിട്ട് നമ്മുടെ റിയൽ ഫേസ് ഒന്നും റിവീൽ ആവില്ല. നല്ലൊരു പോയിന്റ്. അതെ.
ടൈം വേണം. അടുത്തടുത്ത ആഴ്ചയിൽ ടാസ്ക് വരുന്നതിനനുസരിച്ച് എന്റെ സ്വഭാവം മാറും. ഞാൻ ചിലപ്പോ കള്ളനാവും, ഞാൻ ചിലപ്പോ പറവയാവും, ഗോപാലനാവും, പറവയാവും, കള്ളനാവും, എങ്ങനെയാണല്ലോ എന്റെ മറ്റൊരു ഫേസും കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ ഗെയിം എന്ന് പറഞ്ഞു കേട്ടോ. നല്ലൊരു പോയിന്റ്, നല്ലൊരു ടോക്ക് ആയിരുന്നു. അതെ. അപ്പൊ ഗിസലിന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞത് പച്ച മലയാളം പഠിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാനാണ് ആഗ്രഹം. പഴുത്ത മലയാളവും പച്ച മലയാളവും എല്ലാം മലയാളം പഠിച്ചിട്ട് ഇനി ഇറങ്ങത്തോളൂ, എന്നെ മനസ്സിലാക്കിച്ചിട്ടേ മലയാളികളെ മനസ്സിലാക്കിച്ചിട്ടേ ഇറങ്ങത്തോളൂ എന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും ആള് സേവ് ആക്കി. നമ്മുടെ രഞ്ജിത്ത് മാത്രമാണ് ഔട്ടായത്. അപ്പം നമ്മുടെ രഞ്ജിത്തിനെ സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട്. രഞ്ജിത്ത് സ്റ്റേജ് വന്നിട്ട് മുഖം അങ്ങോട്ട് തെളിച്ചില്ലായിരുന്നു, ദേശീയ കാണിക്കുന്നുണ്ട്. അതായത് ഒരാഴ്ചത്തെ ആളുടെ നല്ല നിമിഷങ്ങളൊക്കെ വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട്. ലൈവില് കുറച്ച് സീനുകളും കയറ്റിയെന്ന് തോന്നുന്നു. അതെ, എനിക്കൊന്നും സീനുകൾ ഇല്ല, പുള്ളിക്കാരൻ രഞ്ജിത്ത് കുറവായിരുന്നു. അതാ ഇത്തവണ വീക്ക് പോവാനും കാര്യം. അപ്പൊ ലൈവിലെ കുറച്ച് സീനുകളും കയറ്റിയിട്ടാണ് അവര് ഈ ലാസ്റ്റ് ഉള്ള വീഡിയോ ഇട്ടേക്കുന്നത്. പിന്നെ ഈ പരാതി കൊടുത്തതിൽ രഞ്ജിത്തിന് ഒരാളെ പരാതി കൊടുത്തിട്ടുള്ളായിരുന്നു, രണ ഫാത്തിമ. അപ്പൊ ഇന്നത്തെ രണ ഫാത്തിമയുടെ സ്ക്രീൻ സ്പേസ് ആകെ അത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ രണ ഫാത്തിമ കൊടുത്ത പരാതി എന്ന് പറയുന്നത്, ഈ ഇവര് തമ്മിൽ ആദ്യം സംസാരിക്കാൻ വരുമ്പോ രഞ്ജിത്ത് എണീറ്റ് പോവുക, മൈൻഡ് ചെയ്യാതിരിക്കുക, അതെന്തോ പോലെ ഫീൽ ചെയ്തെന്ന് രണ ഫാത്തിമ പറഞ്ഞത്. അപ്പൊ രഞ്ജിത്ത് പറയുന്നത് പറഞ്ഞാൽ ആദ്യമേ പുള്ളിക്കാരി ഒരു മോളെ പോലെ തോന്നിയത്, മോളല്ലെങ്കിൽ മോളെ പോലെ വാത്സല്യത്തോടെ സംസാരിച്ചപ്പോ കോമഡി പറഞ്ഞപ്പോ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വെറുതെ ഒരു പ്രശ്നം വേണ്ടാന്ന് കരുതിയിട്ട് ആള് മാറിയെന്ന എന്നിങ്ങനെ പറഞ്ഞു. അതെ, നല്ലൊരു ഉത്തരവായിട്ട് തോന്നി. ചിലപ്പോ അങ്ങനെ നടന്നിരിക്കാം, അതായിരിക്കും ആളും മാറിയത്. ഇങ്ങോട്ടുള്ള പോലെ അങ്ങോട്ടും കാണിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ആള് പറയുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് വന്നപ്പോ തന്നെ ഞാൻ ഔട്ടായി എന്ന് പറയുമ്പോൾ ആളായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം ഗെയിമാണ്, ഗെയിമായിട്ട് എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ പരാതിപ്പെട്ടിയില് നമ്മുടെ രഞ്ജിത്ത് എഴുതിയിരുന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ മുൻഷി രഞ്ജിത്ത്, എനിക്ക് ലാൽ സാറിനോട് പറയാൻ മാത്രം പരാതി ഒന്നുമില്ല എന്നായിരുന്നു. അപ്പൊ അതും എടുത്ത് ലാലേട്ടൻ വായിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആയുള്ള കാര്യം പോസിറ്റീവായ രീതിയിൽ ഇങ്ങനെയും എഴുതാം. പക്ഷെ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പുറത്തായത്. ഈ ബിഗ് ബോസ് അതൊന്നും നടക്കത്തില്ല. ബിഗ് ബോസിൽ നല്ല പരാതികളും പരിഭവങ്ങളും ഏഷണിയും പരദൂഷണവും എല്ലാം ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോവും, ഒരു പരാതി ഇല്ലെങ്കിൽ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ അവിടെ ഉള്ളവരോട് പറയുന്നുണ്ട്, ഡ്രസ്സൊക്കെ തിരിച്ചു വെക്കുക, അവർക്ക് വേറെ ഡ്രസ്സ് വരും, അതായിരിക്കും രാത്രി തൊട്ട് ഇടേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇത് രാത്രി തൊട്ട് ലൈവ് ഓൾറെഡി കാണും. പിന്നെ നാളത്തെ പ്രമോയാണ് കാണിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് അടുത്ത ആഴ്ച ചിലപ്പോൾ മിഡ് വീക്ക് എവിക്ഷനും കാര്യങ്ങളും ഒക്കെ വരാം, എവറി മൂവ് കാൻ ചേഞ്ച് ദി ഗെയിം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രൊമോയില് നല്ല ഗെയിം എന്തോ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് എല്ലാരും കളിക്കുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ബിഗ് ബോസ് ഇവര് മറ്റെല്ലാ നമ്പർ പൊസിഷൻ റാങ്കിങ് വരുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആദിൽ നൂറയും അനീഷും കൂടെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് നല്ല രീതിയിൽ അത് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ച് അതിൽ പിരിയുന്നുണ്ട്. അല്ല ആദ്യം സംസാരിച്ചോണെങ്കിൽ ഞാൻ വെച്ച് വീണ്ടും ഉടക്കാവൂന്ന് തോന്നി. അതിൽ പറയുന്നുണ്ട് അനീഷിനെ കണ്ടപ്പോ ഒരു ഹോമോഫോബിക് ആയിട്ട് തോന്നിയെന്ന്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരി ആ രീതിയിലൊക്കെ സംസാരിച്ച എന്നുള്ള രീതിയിൽ. പക്ഷെ അനീഷ് പറയുന്നുണ്ട് അത് അങ്ങനെയൊക്കെ തോന്നേണ്ട കാര്യമൊന്നും ഇല്ല, കാര്യം ഇന്ത്യൻ നിയമത്തിനനുസരിച്ച് എന്തും നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുമ്പോട്ട് പോകാമല്ലോ. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെ. പിന്നെ അടുത്തതായിട്ട് നാളത്തെ പ്രമോയാണ്, റാങ്കിങ് ടാസ്ക് ആണ് കേട്ടോ വരുന്നത്. ഇതില് അറിയായിരിക്കുമല്ലോ അനീഷ് പണ്ടോട്ടെ ഫസ്റ്റ് പൊസിഷൻ തേർഡ് പൊസിഷൻ ചാടി വീഴുമല്ലോ. ഇതില് ഫസ്റ്റ് പൊസിഷൻ അനീഷ് നിപ്പി പിടിച്ച് നിൽക്കുന്നുണ്ട്. ഗെയിമും അതാണ്. എനിക്ക് തോന്നുന്നു അനീഷിനും ആരും വിട്ടു കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ലാസ്റ്റ് മൊത്തത്തിൽ കച്ചറയായിട്ട് ബിഗ് ബോസ് വിളിച്ചിരുത്തിയിട്ട് എനിക്ക് 1ാം സ്ഥാനം വേണം, അപ്പൊ എന്റെ സീറ്റ് ഞാൻ തരില്ല, എന്റെ സീറ്റിൽ ആരും തൊടരുത്, നീ തൊട്ടാ നീ എന്ത് ചെയ്യടാ. നമ്മുടെ ശരത്തും അനീഷും ഭയങ്കര കോമ്പോ ആണല്ലോ. തൊട്ടാ നീ എന്ത് ചെയ്യടാ, എന്റെ സീറ്റ് ഞാൻ തരില്ല, എന്റെ സീറ്റ് ഞാൻ തരില്ല, എന്റെ സീറ്റ് ഞാൻ തരില്ല. ഷാനവാസുമായിട്ട് മൊത്തത്തിൽ ഒരു തർക്കം നടക്കും. മൊത്തത്തിൽ എല്ലാരും കൂടെ തമ്മിൽ ഒരു തർക്കം അക്ബർ അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലാസ്റ്റ് ലിവിംഗ് റൂമിൽ എല്ലാരും വിളിച്ച് ഇരുത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒന്നിനും ഒരു രീതിക്ക് നിങ്ങൾ നടക്കുന്നില്ല, മുതൽ ടാസ്ക് മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാകത്തില്ല, ഒരു പ്രോഗ്രാമും കാണത്തില്ല. അതേപോലെ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചിരിക്കുക എന്ന് പറഞ്ഞത്. നമ്മള് റിവ്യൂ തുടങ്ങാൻ തുടങ്ങിയപ്പോ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചിരിക്കുന്നത് വല്ലാത്ത ചതി കാണിക്കുന്നത്. എന്താണെന്ന് അറിയില്ല, കഴിയത്തൊന്നുമില്ല, കഴിഞ്ഞ അതെ, അവരെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുള്ളൂ ഇത്രയും കാശിറക്കി വെച്ചിട്ട് കഴിയാതെ. അപ്പൊ നാളത്തെ എന്ന് പറയുമ്പോൾ നാളെ ഇനി നമ്മുടെ എവിക്ഷൻ കാണും, ഒരാഴ്ചത്തേക്കുള്ള നോമിനേഷൻ കാണും. എവിക്ഷൻ അല്ല, നോമിനേഷൻ കാണും. പിന്നെ
ഇതേപോലെ ഈ ജയിൽ നോമിനേഷൻ കാണോ? ജയിൽ ഇപ്പോഴല്ലോ, ടാസ്ക് കഴിഞ്ഞല്ലേ. പിന്നെ ഈ പഠിപ്പുര ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് നടത്തുന്നത് അറിയില്ല. വീക്ക്ലി ടാസ്ക് ആണ്. വീക്ക്ലി ടാസ്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ കാണത്തുള്ളൂ. അതെ, നാളെയാണല്ലോ പാർക്കിംഗ് ടാസ്ക്. വീക്ക്ലി ടാസ്ക് ആണ്. അതെ, തോന്നുന്നു. അപ്പൊ അതൊക്കെ ആയിരിക്കും. എന്തായാലും നാളെ നോമിനേഷനിൽ അടുത്ത ആഴ്ച വരുന്ന ആരൊക്കെയാണെന്നറിയാം. ഷാനവാസ് ഓൾറെഡി ഉണ്ട്, ക്യാപ്റ്റനും ഷാനവാസ് ആണ്. അപ്പൊ അനീഷ് എന്തായാലും കാണും. അനീഷ് കാണും. എന്റെ ഒരു എനിക്ക് തോന്നുന്നത് അനീഷ് കാണും, ശരത് കാണും, അക്ബർ കാണും, ഷാനവാസ് ഓൾറെഡി ഉണ്ട്. ഇനി ആരൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. അനു കാണും, ഒണിയല് കാണും. പിന്നെ ചിലപ്പോ ഒണിയല് ബിന്നിയെ ചെയ്യും. സേഫ് ആയിട്ടിരിക്കുന്നവർ വന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയും ആ ഗെയിം മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ കഷ്ടമാണ്. അകത്തുള്ളവര് നല്ല ഗെയിം മനസ്സിലാക്കി സേഫ് ആയിട്ടിരിക്കുന്നവരെ ആദ്യമേ നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം സേഫ് ആയിട്ട് ആകത്തിരുന്ന നമ്മളെങ്ങനെ നോമിനേറ്റ് ചെയ്യാനാ? നമ്മളെങ്ങനെ വോട്ട് ചെയ്ത് പുറത്താക്കാനാ? പിന്നെ വേറൊരു മെയിൻ കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇന്നലെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്യുന്നവരെ പറ്റിയിട്ട്. നിങ്ങള് ലൈവ് ആണെങ്കിലോ, ലൈവിൽ വന്നതോ അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടതോ നിങ്ങൾ പ്രൊമോ കണ്ടതോ റിവ്യൂ ചെയ്യാം. അല്ലാതെ ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾ പറയരുത്. അതായത് നമ്മുടെ ചിലവരെക്കാളും വലിയ പൂജാരി വേണ്ടല്ലോ എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കാര്യമായിരുന്നു അത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വർക്കേഴ്സ് അതിന്റെ എഫേർട്ട് അവര് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് വേറൊരാൾ അത് ഇതിന്റെ ഇടയിൽ കൂടെ വന്ന് മോഷ്ടിച്ചോണ്ട് പോയിട്ട് അയാളത് റിലീസ് ചെയ്ത് അയാള് സ്വന്തം വരുമാനം കണ്ടെത്തുന്നത് അത്ര നല്ല കാര്യമല്ല അത്. അതെ, അതായത് ചിലരുടെ തന്നെ റിവ്യൂവിന്റെ താഴെ വന്ന് എഴുതിയിട്ടുണ്ട്, ഞങ്ങള് എപ്പിസോഡേ കാണുന്നില്ല, ഞങ്ങള് ടിവിയിൽ വരുന്ന ഷോയെ കാണുന്നില്ല, ഈ ഒരു റിവ്യൂ മാത്രമാണ് കാണുന്നത്. കാരണം കാര്യങ്ങളെല്ലാം നേരത്തെ അറിയാൻ പറ്റും. നിങ്ങളൊന്ന് തന്നെ ആലോചിച്ച് നോക്കുക. അവർ ഇത്രയും പേര് 10-400 പേര് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത്രയും പേര് എഫേർട്ട് എടുക്കുന്നു, ടാസ്ക് ചെയ്യുന്നു, ഓരോന്നും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്രയും പേര് നിൽക്കുമ്പോൾ 24 അവർ നിൽക്കുമ്പോൾ ഒരാൾ ഇതെല്ലാം മനസ്സിലാക്കി പെട്ടെന്ന് വേറെ സൈഡിൽ കൂടെ അവരെക്കാട്ടി മുമ്പേ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ഏഷ്യാനെറ്റില്ല ബിഗ് ബോസ് വരുന്നതിന് മുമ്പേ പറയുക എന്ന് പറയുന്നത് അത് നല്ല ഒരു പ്രവണതയല്ല. നമ്മൾക്കിത് മുമ്പേ തോന്നിയ കാര്യമാണ്. ഇപ്പോഴാണ് ഈ ലാലേട്ടൻ ഇത് തുറന്നു പറഞ്ഞത്. അല്ല, ഇന്നത്തെ ദിവസം തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാരണം നമുക്ക് ആർക്കും ഒന്നും അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. അതെ, അത് മുന്നേ ഞാനാണെങ്കിലും ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ എടുത്ത് നോക്കും. കാരണം കുറച്ച് പേര് ചെയ്യുന്നുണ്ടല്ലോ നേരത്തെ ആര് ഔട്ട് ആവണമെന്ന്. നമുക്കൊരു ആകാംക്ഷ, അയ്യോ ദൈവമേ ആരാണ് നമ്മുടെ ഫേവറേറ്റ്. അല്ല, ഇതിലും രസം വരുന്നത് ഇനിയിപ്പോ 50 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഉണ്ടാകുന്ന ഓരോരോ കാര്യം നമുക്ക് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഒന്നും കാണത്തില്ല. ഷോയോടുള്ള ഒരു ഇതങ്ങ് പോകും. അവർ പിന്നെ അതല്ല നമ്മളും ഈ ഞങ്ങളെപ്പോലെ റിവ്യൂ ചെയ്യുന്ന ഓരോരുത്തരും, ഇപ്പൊ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല, പക്ഷെ അതല്ല പറയണേ, ഞങ്ങളെപ്പോലെ റിവ്യൂ ചെയ്യുന്ന പലരും ഉണ്ട്, കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ നല്ല നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്നവരുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവരുടെ റിവ്യൂസ് തന്നെ കാണാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നിന്ന് നല്ല ഏണിങ്സും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അന്ന, അവരുടെ ഒരു അന്നമാണ്. അപ്പൊ ആ അന്നത്തില് മണ്ണുവാരി ഇടരുത്. കാരണം അവർക്കും അവരുടേതായ, അതായത് ബിഗ് ബോസ് ടീമിന് അവരുടേതായ കുറച്ചൊരു ഇത് കാണുമല്ലോ. അപ്പൊ നമ്മളും കുറച്ചൊന്ന് ഒരു എത്തിക്സ് കീപ്പ് ചെയ്യുക. നമ്മളും അതിന്റെ പങ്കെടുത്തിട്ടാണ് കഴിക്കുന്നത്. അതായത് നിങ്ങളിപ്പോ ഒരു സിനിമ, ഒരു തിരക്കഥാകൃത്തിന്റെ ഒരു തിരക്കഥ മോഷ്ടിച്ച് വേറൊരാള് പടം ചെയ്യുന്നതിന് തുല്യമായി ഈ കാണിക്കുന്നത്. അത് മനസ്സിലാക്കുക. അത് നിങ്ങൾ പ്രേക്ഷകരും കൂടി മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഇങ്ങനെ ചെയ്യുന്നവരെ മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ബിഗ് ബോസ് സീസൺ 7 നല്ല രീതിയിൽ പോട്ടെ, എങ്കിലാണ് ഞങ്ങൾക്കും അതൊക്കെ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് കണ്ടന്റ് കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പൊ നാളത്തെ എന്താണ് എന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. എന്തെങ്കിലും ആകാംക്ഷയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ അല്ലെങ്കിൽ ഡെയിലി എപ്പിസോഡുമായിട്ട് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇതേപോലുള്ള ബിഗ് ബോസിന്റെ റിയാക്ഷനും റിവ്യൂ ആയിട്ട് ഉള്ള വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അതാകുമ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും, മിസ് ആവത്തില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത്. അപ്പോൾ അതും കൂടി എഴുതുക കമന്റ്സിൽ. അപ്പോൾ അതുവരെയ്ക്കും ബൈ.